ഹായ് കൂട്ടുകാരെ, സെലിം ബ്ലോസിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്നാക്സ് നോക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സ്നാക്സ് ആണ്. അതിനായിട്ട് ഒരു ഗ്ലാസ് മൈദ മാവ് എടുത്തിട്ടുണ്ട്, അതായത് പർപ്പസ് ഫ്ലോർ. ഇതിനെ ഒന്ന് പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കുക. ആ മാവൊക്കെ അവരവരെ ആവശ്യത്തിന് എടുക്കുക. പിന്നെ ഒരളവുണ്ടായിരിക്കുന്നത് നന്നായിരിക്കും. ഇപ്പം 1.25 ഗ്ലാസ് മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ 1/2 ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്, അത് ഈ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് വെച്ച് കൊടുക്കുക. ഇതൊന്ന് കുതിർത്തെടുക്കണം. ഇതേപോലെ ഒരു സവാള എടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ, ഇതിനെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ഉണ്ടല്ലോ, സവാള ഞാൻ ഇതേപോലെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുതിർത്ത് വെച്ച റവ ചേർത്ത് കൊടുക്കുക. സവാള, ഒരു പച്ചമുളക്, ഒരു 3 അല്ലി, വലിയ 3 അല്ലിയാണ്, 3 അല്ലി വെളുത്തുള്ളി ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ 1 ടീസ്പൂൺ ഇഞ്ചി ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, ക്രഷ് ചെയ്തെടുത്ത വറ്റൽമുളകാണ്. എരിവിന് അവരവരാവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഒരു ശകലം കുരുമുളക് പൊടി, അതായത് പെപ്പർ പൗഡർ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതേപോലെ തന്നെ ഒരു ശകലം മഞ്ഞൾപ്പൊടി. അര ടീസ്പൂൺ മല്ലിപ്പൊടി. ഒരു ശകലം കായപ്പൊടി. അപ്പോൾ കുറച്ച് മല്ലിയിലയും കറി ലീവ്സും കൂടെ എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നാടൻ നമ്മുടെ ആഫ്രിക്കൻ മല്ലിയില ഉണ്ടല്ലോ, അതാണ്. അതിനുശേഷം ഇതിനെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. വെള്ളം ഒത്തിരി അങ്ങ് കൂടി പോവാതെ കുഴച്ചെടുക്കണം. ഒരു ശകലം സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ വിട്ടുപോയതാണ്. ഇതിലേക്ക് കുറച്ച് നെയ്യൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം ഇതേപോലെ ഉരുട്ടിയെടുക്കുക. ഓയിൽ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ചേർത്ത് കൊടുക്കുക.
ഇതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ട ഉടനെ തന്നെ ഇട്ട് മറിക്കരുത്, എങ്കിൽ പൊടിഞ്ഞു പോകും. ഇതെല്ലാം ഇവിടെ മൂത്തിട്ടുണ്ട്. ഇതിനെ ഇനി നമുക്ക് കോരി മാറ്റാം. ഇതെല്ലാം നമ്മുടെ സ്നാക്സ് കിടിലാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ വലിയൊരു സവാള തന്നെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. ഉണ്ടല്ലേ? സൂപ്പർ, കിടിലാണ്, വളരെ എളുപ്പമല്ലേ? അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.